എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി 1:9 മുതൽ ചില കാര്യങ്ങൾ അല്പനേരം ചിന്തിക്കാമെന്നറിയാം. ഇന്ന് ലോകത്തിൽ ദൈവവിശ്വാസത്തിൽ നിന്നും മനുഷ്യരെ അകറ്റുന്നതിന് വേണ്ടി സാത്താൻ കൊണ്ടുവരുന്ന പല ഇസങ്ങളും കാണാൻ കഴിയും. അതായത് പ്രധാനമായിട്ടും ക്രൈസ്തവ വിശ്വാസം നിഷ്ക്രിയമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ മാർഗത്തിന് നേരെ പിശാച് തിരിയാനുള്ള കാരണം, ക്രൈസ്തവം എന്നുള്ളത് ദൈവനിശ്വാസ്യമാണ്, ദൈവം അടിസ്ഥാനം ഇട്ടിരിക്കുന്ന സത്യമാണ്. ആ ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്ന സത്യത്തിൽ വളരെ മനുഷ്യന് പ്രയോജനപ്രദമായ ഒരു രക്ഷകനെ അവതരിപ്പിച്ചുകൊണ്ടാണ് അത് നിൽക്കുന്നത് എന്നുള്ളത്. അത് യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും ത്യജിക്കുക, അതുവഴി മറ്റ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ലോകത്തിൽ മുഴുവനായും ക്രൈസ്തവരിൽ മുഴുവനായും നിറയ്ക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. കാരണം പിശാചിൻ്റെ അനുവദിക്കപ്പെട്ട സമയം അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിന് പിശാച് പല ഉപദേശങ്ങളാണ് ഇന്ന് മനുഷ്യരുടെ ഇടയിൽ വളരെ ശക്തിയോട് പ്രചരിപ്പിക്കുന്നത്. അതിനുവേണ്ടി പൈശാചികമായ ആത്മാവുകളാൽ നിറയപ്പെട്ട മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും അതിനായിട്ട് അവരെ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ പലതും ഉള്ളതിൽ ഒരു പ്രസ്ഥാനമാണ് ഈ പരിണാമം എന്നുള്ള ഒരു വിഷയം. നിരീശ്വരവാദം, മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, ശകുനം, വെളിച്ചപ്പാട്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ കൂടി മനുഷ്യനെ മുഴുവനായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിനൊന്നും ദൈവത്തിൻ്റെ അംഗീകാരമുള്ള വ്യവസ്ഥകളല്ല എന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കുന്നത് ഈ പരിണാമം എന്ന് പറയുന്ന ഈ വിഷയം, അതുകൊണ്ട് മാനവരാശിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അതുകൊണ്ട് വരുന്ന ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് അല്പനേരം ചിന്തിക്കുന്നത്. പരിണാമ സിദ്ധാന്തം പറയുന്നത് ലോകത്തിൽ ഈ ഉണ്ടായിട്ടുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ജീവികളും ഒരു പൊതു പൂർവികനിൽ നിന്നുണ്ടായതാണ്. ഒരു പൂർവികൻ, അതിൻ്റെ ആകൃതി എന്താണെന്ന് പറയാൻ ഈ ഇസത്തിന് സാധിക്കുന്നില്ല. അത് അവർ തന്നെ പറയുന്നു. അപ്പോൾ ജന്തുക്കൾ, മനുഷ്യൻ, മത്സ്യങ്ങൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ജീവികൾ, കടലിലുള്ളവയുണ്ട്, കരയിലുള്ളവയുണ്ട്, ആകാശത്തിലുള്ളവയുണ്ട്. ഇവയെല്ലാം ഒരു പൊതു പൂർവികനിൽ നിന്ന് ഉണ്ടായതാണെന്നാണ്. അത് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ചേരുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ അല്പം യുക്തിയും ബുദ്ധിയുള്ള ഏതവനും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അമീബ, ഏകകോശ ജീവി, ഏകകോശ ജീവികളിൽ നിന്നും ബഹുകോശ ജീവികൾ ഉണ്ടായി എന്ന് പറയുന്ന മറ്റൊരു സംഗതിയാണ്. ആദ്യം ഏകകോശ ജീവി എന്ന് പറയുമ്പോൾ ജീവനുള്ളതിനെ ജീവി എന്ന് പറയാൻ പറ്റും. ഈ ഏകകോശത്തിന് എവിടുന്ന ജീവൻ കിട്ടിയെന്ന് പറയാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക്, ഇതിൻ്റെ ഉപദേഷ്ടാക്കന്മാർക്ക് സാധിക്കുന്നില്ല. ഏകകോശ ജീവിക്ക് ജീവൻ എങ്ങനെ ഉണ്ടായി? അപ്പോൾ ഈ ജീവി മുതൽ ഇങ്ങോട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അത് ബഹുകോശ ജീവികളായി ഏകകോശം പിളർന്ന് ബഹുകോശ ജീവികളായി. പണ്ട് കാരണന്മാർ പിള്ളേരോട് കഥ പറയുന്നത് പോലെ
പ്രപഞ്ചത്തിലുള്ള സൃഷ്ടവസ്തുക്കളെ കുറിച്ച് കഥ പറയാൻ. അപ്പം അങ്ങനെ ആനയുണ്ടായി, ആടുണ്ടായി, പശുണ്ടായി, കുരങ്ങുണ്ടായി, പക്ഷിയുണ്ടായി, മത്സ്യങ്ങളുണ്ടായി എന്ന പറയുന്നു. അപ്പോൾ വേദപുസ്തകം എന്താണ് ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നത്? ആകാശത്തിന് കീഴ് ഉള്ള സൃഷ്ടികളെ, അതത് തരം ജീവജന്തുക്കൾ, അതത് തരം അതത് വിധത്തിലുള്ള ജന്തുക്കൾ, ഓരോന്നിനും ഓരോ പൂർവികൻ, ആണും പെണ്ണുമായിട്ട് ഓരോ പൂർവികൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് പ്രത്യുൽപാദനം വഴി വളർന്നതാണ് മറ്റുള്ളത്. അങ്ങനെ പ്രത്യുൽപാദനം വഴി പിരിയതാണ് മറ്റുള്ള ജീവികൾ. പിന്നെ മത്സ്യങ്ങൾ, അതത് തരം മത്സ്യങ്ങൾ, അതത് തരം പറവകൾ എന്നാ കൃത്യം പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഒരു പൂർവികനിൽ നിന്ന് ഈ വ്യത്യസ്തമായ ജീവികൾ ഉണ്ടായി എന്നല്ല. അതിന് പരിണാമം പറയുന്നത് അത് പരിണമിച്ച് ഇങ്ങനെ ഉണ്ടായതാണ്. അത് അങ്ങനെ അല്ലാതെ സംഭവിക്കാൻ വഴിയില്ല. കാലദൈർഘ്യത്തിലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും സ്ഥലകാല ഭേദത്തിലും ഉണ്ടായ മാറ്റങ്ങളാണ് വിവിധ ജീവികൾ, വിവിധ ജന്തുക്കൾ, പറവകൾ ഉണ്ടാകുവാൻ ഇടയായതെന്ന്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എതിരായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ജീവനുള്ള ഈ വസ്തുക്കളെ കുറിച്ച്, ജീവനുള്ള ജീവികളെ കുറിച്ച്. ജീവനില്ലാത്തവയെ കുറിച്ചൊന്നും ഇത് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതത് തരം ജീവജന്തുക്കൾ അത് ഒരു പൂർവികനിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറയുന്നത് സയൻസിന്റെ ഈ അവകാശം യുക്തിയുടെയും ബുദ്ധിയുടെയും തിരുവഴുത്തുകളുടെയും അടിസ്ഥാനത്തിൽ തെറ്റാണ് എന്നുള്ള, അതും വെറും ഒരു മിഥ്യ മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ശേഷിയുള്ളത് ശേഷിക്കുന്ന, പണ്ട് അനേകം വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഭീമാകരമായ ജീവികൾ, ജന്തുക്കൾ, ദിനോസാറുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ശേഷിയുള്ളത് ശേഷിക്കുമെങ്കിൽ അതിലും വലിയ ജീവികൾ ഇന്നിവിടെ ജീവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ശേഷിയുള്ളത് എന്ന് കാണാത്തത് എന്താണ്? അതല്ല ഇന്ന് ഏറ്റവും കൂടുതൽ പെരുകേണ്ടത്. അപ്പൊ എവിടെയാണ് ശേഷിയുള്ളത് ശേഷിക്കും എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം? പിന്നെ ഒരു പരിണാമം നടക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ആവശ്യമാണെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു പരിണാമം കാണുവാൻ കഴിയാത്തത്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് 6000 സംവത്സരം കഴിഞ്ഞിട്ടേ ഉള്ളതെന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റും. ആദാമിന്റെ ശേഷം ഇത്രയും വർഷം കൊണ്ട് ഒരു പരിണാമം പോലും നടന്നതായിട്ട് ചരിത്രത്തിൽ പോലും യാതൊരു രേഖയില്ല. അല്ലെങ്കിൽ പരിണാമത്തിന്റെ ഒരു തുമ്പ് പോലും ഇതുവരെ നടന്നതായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവര് സസ്യ ആഹാരങ്ങൾ കഴിച്ച് ജീവിക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും, മൃഗങ്ങളെ അങ്ങനെ തന്നെയാണ്. മൃഗങ്ങളും മറ്റ് ജീവികളെ കൊന്നു തിന്നുവാൻ തക്ക വിധത്തിലല്ല സൃഷ്ടിച്ചിരുന്നത്. ഇതിനെല്ലാം മാറ്റം വന്നത് ജലപ്രളയത്തിന്റെ ശേഷമാണ്. ജലപ്രളയത്തിന് മുമ്പ് ജീവികളെ കൊന്നു തിന്നിട്ടില്ല, മനുഷ്യൻ ജീവികളെ കൊന്നു തിന്നിട്ടില്ല. അപ്പൊ സസ്യാഹാരം കഴിക്കുവാനുള്ള നേച്ചറിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ നട്ടെല്ലിന്റെ അടിയിലായിട്ടൊരു വാല് പോലെ ഒരു ഭാഗമുണ്ടെന്നാണ്. അത് കുരങ്ങ് പരിണമിച്ചു വന്നപ്പോൾ വാല് മുറിഞ്ഞ് മനുഷ്യനായി. അപ്പൊ അതുകൊണ്ട് അതിന്റെ തുമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കണമെന്നോ ശരി. അപ്പൊ
അപ്പോൾ ഏതായാലും അത് പോയത് വളരെ സൗകര്യമായി. ഈ മനുഷ്യൻ എന്ന ഈ ജീവിയിൽ എത്തിയപ്പോഴും പരിണാമം പൂർത്തിയായിട്ടില്ല, ഇനി ഏതാണ്ട് പൂർത്തിയാകാൻ ഉണ്ട് എന്നുള്ളതാണ് ഈ വാദികൾ പറയുന്നത്. പിന്നെ മനുഷ്യന്റെ സൃഷ്ടിയിൽ ഒരുപാട് അപാകതകൾ പറ്റിയിട്ടുണ്ട്. അപാകതകൾ എന്താണെന്ന് പറയുന്നില്ല. ആ അപാകതകൾ ഇനി പരിണാമം കൊണ്ട് നേരെയായി വരുമെന്ന് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇത് ആർക്കും കാണാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് വർഷം ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി മനുഷ്യൻ പരിണമിച്ച് എങ്ങനെയായിത്തീരും എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാം ഒരു വക മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന കഥകളാണ്. അതിനായിട്ട് കുറെ ഫോസിലുകളോ കുറെ വേറെ ഏതാണ്ട് ശാസ്ത്രീയ വസ്തുതകളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ഒന്നിനും തെളിവില്ല, ഒന്നിനും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും നിർവചിക്കാൻ പറ്റാത്ത നിർവചനങ്ങളാണ് ഇതിനെല്ലാം പറയുന്ന കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, DNA ടെസ്റ്റ് വഴി പല കാര്യങ്ങൾ മനസ്സിലാക്കാം. കോടിക്കണക്കിന് വർഷങ്ങളുള്ള ഫോസിലുകളിൽ നിന്ന് എവിടെയാ ഇവര് DNA കണ്ടെടുത്തത്? DNA അസ്ഥി കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണോ അതോ മാംസം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണോ? DNA പരിശോധിച്ച് കണ്ടുപിടിക്കാവുന്ന സൂത്രങ്ങൾ ഉണ്ടെന്നാണ്. എല്ലാ ജീവികളിലും DNA ഉണ്ട്. DNA എന്ന് പറയുന്ന ജീവതത്വം അത് ജീവനുള്ള എല്ലാത്തിനുള്ളതാണ്. അത് മനുഷ്യരിലുണ്ട്, മത്സ്യങ്ങളിലുണ്ട്, സസ്യങ്ങളിലുണ്ട്, ജന്തുക്കളിലുണ്ട്, കുരങ്ങിലുണ്ട്. അപ്പൊ കുരങ്ങിലെ DNA മാത്രമാണ് ഇവിടെ മനുഷ്യനുമായിട്ട് ബന്ധിപ്പിക്കാൻ കണ്ടുപിടിച്ച വഴി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ദുരുപദേശങ്ങൾ പടുത്തു വിട്ടുകൊണ്ട് സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധമില്ലായ്മയിലേക്ക് മനുഷ്യനെ അബോധാവസ്ഥയിലാക്കി മനുഷ്യനെ വഴിതെറ്റിക്കുകയെന്നുള്ള പിശാചിന്റെ ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള ഉപദേശങ്ങൾ ഏറ്റവും പ്രധാനമായി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗം വളരെ സൂക്ഷിക്കുകയും അവർ യേശുക്രിസ്തുവിനെയും പിതാവായി ദൈവത്തെയും മനസ്സിലാക്കി വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൃഢമായ വ്യക്തമായ ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറി നിൽക്കേണ്ടതും ആവശ്യമായിരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഒരു കാര്യമായി ഓർക്കുന്നു. മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യം കർത്താവ് ഒന്നാം വരവിൽ ചോദിച്ചു. കർത്താവിന് സംശയമുണ്ടാകുന്നു. യേശു രണ്ടാമത് വരുമ്പോഴേക്കും ക്രൈസ്തവ വിശ്വാസം ഭൂമിയിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയം കർത്താവ് പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് ഈ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്? നമ്മൾ ഇതിൽ ജാഗരൂകരായി ഇരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള തോന്നൽ നമ്മളിൽ ഉളവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വിധത്തിലുള്ള ഇസങ്ങളെയും മതങ്ങളെയും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുകയും യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ ഉപദേശത്തിനുള്ള ആധികാരികതയുടെ 3 അടിസ്ഥാന കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. യേശുക്രിസ്തുവിൻ്റെ ജനനം ലോക ചരിത്രത്തെ 2ആയി വേർതിരിച്ചിരിക്കുന്നു എന്നാണ് ഒരു കാര്യം. യേശുവിൻ്റെ ജനനം മാനവരാശിയെ 2 വിഭാഗമാക്കി തിരിച്ചു. ഒന്ന് ആത്മീയരെന്നും മറ്റത് ജഡികരെന്നുമാണ്. ആത്മീയന്മാർ, ജഡികന്മാർ, പിന്നെ ദൈവ മക്കളെന്നും പിശാചിന്റെ മക്കളെന്നും. ഇവരെ ഈ 3 വിഭാഗക്കാരെയും ക്രിസ്തു എന്ന ഏക വ്യക്തിയിൽ കൂടെയാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം. ലോക ചരിത്രത്തിൽ മനുഷ്യരാശിയുടെ കാലഘട്ടങ്ങളിൽ അനേകം ദേവീ ദേവന്മാർ ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ യേശുക്രിസ്തുവിനെ പോലെ
അധികാരത്തോടുകൂടെ സംസാരിക്കാനും പ്രവർത്തിക്കുവാനും കഴിവിട്ടുള്ള ഒരു ദേവനോ ദേവിയോ ഇതുവരെയും ഇവിടെ പ്രത്യക്ഷനായിട്ടില്ല. മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി യാഗമായി കാൽവറി ക്രൂശിൽ ജീവൻ ബലിയർപ്പിച്ച് എന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ നൽകുമെന്ന് അധികാരത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു ദേവനും ദേവിയും ഈ സൂര്യന് കീഴെ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മനസ്സുകൊണ്ടും യഥാർത്ഥമായ പൂർണ്ണതയുള്ള അടിസ്ഥാനമുള്ളതുമായ വിഷയങ്ങളെ മാത്രം അനുകരിക്കുകയും അതിൽ നിലനിൽക്കുകയും മറ്റുള്ളവയെ ദൂരവെ തള്ളിക്കളയുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.